നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് എടുക്കാം. മുളക് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സവോളയും കുറച്ച് ചെറിയുള്ളിയും വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുക്കുമ്പോൾ വളരെ ചെറിയ കഷ്ണം വേണം എടുക്കാൻ. ഒരു 1/2 ഇഞ്ച് വലിപ്പം പോലും ഇല്ലാത്ത ഇഞ്ചി കഷ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരുപാട് എടുത്തു വരാൻ പാടില്ല. ഇനി ഈ സവോളയുടെ ഉള്ളിയുടെയൊക്കെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോളയുടെ ഉള്ളിയുടെയൊക്കെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റാം. ഉള്ളി കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ അരയ്ക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി അരച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ നിന്ന് തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ ശരിക്കങ്ങ് അരഞ്ഞു കിട്ടുകയില്ല. ആ സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അരച്ചതിന് ശേഷം ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു പ്രാവശ്യവും കൂടി ഒന്ന് കറക്കിയെടുക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.